ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. 2009 ബറോഡയിലെ ഒരു വലിയ ഹോട്ടലിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാർ ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കുവാനെത്തി. അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു. ആ കോൾ ഡോക്ടർ ശൈലേഷ് മേത്തയുടേത് ആയിരുന്നു. അദ്ദേഹം 69 വയസ്സുള്ള ഒരു കാർഡിയാക് സർജനാണ്. ഭാരതത്തിൽ അറിയപ്പെടുന്ന ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധരിൽ ഒരുവൻ. ഒരു ദിവസം കുറഞ്ഞത് 10ഓളം ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ആൾ. മനുഷ്യരക്തം തൻ്റെ കൈകളിൽ പുരളാത്ത ദിവസങ്ങൾ വിരളമാണ്. അദ്ദേഹത്തെ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 6 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. ആ വലിയ മനുഷ്യനാണ് കലാം സാറിനെ വിളിച്ചത്. എനിക്കൊരു 10 മിനിറ്റ് തരണം, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്. എന്താണ് പ്രശ്നം? സാർ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, അത് നേരിൽ പറയണം. എങ്കിൽ വന്നുകൊള്ളുക. ഡോക്ടർ ഹോട്ടലിലെത്തി. അദ്ദേഹം പറഞ്ഞു, 2008 ഡിസംബർ അവസാനം എൻ്റെ ഹോസ്പിറ്റലിൽ ചെറുപ്പക്കാരായ മാതാപിതാക്കൾ 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി എത്തി. ശൈലേഷ് മേത്തയുടെ ജൂനിയേഴ്സ് കുട്ടിയെ പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ചു. ഈ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും മുമ്പോട്ട് ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. സാറിനെ കണ്ടതുകൊണ്ടും വലിയ കാര്യമില്ല. അതുകൊണ്ട് വീട്ടിൽ പോയി കുട്ടിക്ക് വിശ്രാമം കൊടുക്കുകയാണ് നല്ലത്. ഇത് കേട്ട കുട്ടിയുടെ അമ്മ നിലവിളിച്ചു പോയി. ഞങ്ങൾക്ക് ഡോക്ടർ മേത്തയെ ഒന്ന് കാണണം, എൻ്റെ കുഞ്ഞിൻ്റെ കേസ് ഷീറ്റ് ഒന്ന് കാണിക്കണം, അതിനുള്ള അവസരം തരണമെന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു. ഡോക്ടർ മേത്ത ഇത് അറിഞ്ഞു. കുട്ടിയെയും മാതാപിതാക്കളെയും തൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു. അവർ കൊണ്ടുവന്ന കേസ് ഷീറ്റ് നോക്കിയ ശേഷം ഡോക്ടർ പറഞ്ഞു, സോറി, എനിക്കൊന്നും ചെയ്യാനില്ല. അമ്മയുടെ തേങ്ങിയുള്ള കരച്ചിൽ കണ്ട് ഡോക്ടർ പറഞ്ഞു, ഈ മോൾക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയാണ് ആവശ്യം. അത് ചെയ്താൽ തന്നെ 70% പ്രതീക്ഷയ്ക്ക് വകയില്ല. 30% മാത്രമേ സാധ്യതയുള്ളൂ. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ 3 മാസത്തിൽ അധികമെങ്കിലും ഒരു കുഴപ്പവും കൂടാതെ കുട്ടി ജീവിച്ചിരിക്കും. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക. അവർ സമയം കളയാതെ പറഞ്ഞു, ഡോക്ടർ, ഞങ്ങളുടെ കുട്ടിയെ ഓപ്പറേഷൻ ചെയ്യണം. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പിന്നെ ഡോക്ടർ തർക്കിക്കാതെ കേസ് ഏറ്റെടുത്ത് ഓപ്പറേഷന് തീയതി നിശ്ചയിച്ചു. ഒരാഴ്ച മുമ്പ് പ്രിപ്പറേഷനായി കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ റൗണ്ട്സിന് ചെല്ലുമ്പോൾ കുട്ടിയുടെ യൗവനക്കാരിയായ അമ്മ മകളെ ഈശ്വര കാര്യങ്ങൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നു. മനുഷ്യരോട് വേണ്ട ദയ, കരുണ ഇത്യാദി സ്വഭാവ ഗുണങ്ങൾ പറഞ്ഞ് അവളെ ബോധവൽക്കരിക്കുന്നു. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഓപ്പറേഷനുള്ള ദിവസം വന്നു. കുട്ടിയെ പച്ചയുടുപ്പ് ധരിപ്പിച്ച് ടേബിളിൽ കിടത്തി. ഡോക്ടർ ചോദിച്ചു, മോൾക്ക് എന്തെങ്കിലും അങ്കിളിനോട് പറയാനുണ്ടോ? അവൾ പറഞ്ഞു, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. എൻ്റെ ഹൃദയം തുറന്നാണല്ലോ ഓപ്പറേഷൻ നടത്തുന്നത്. ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, മോൾക്ക് പേടി വേണ്ട, ഒരു ചെറിയ ഇഞ്ചക്ഷൻ തരും, മോൾ ഉറങ്ങും. അപ്പോൾ ഞങ്ങൾ കേടുപാടൊക്കെ മാറ്റി മോൾക്ക് സുഖം തരും. മോൾ ഉണരുമ്പോൾ എല്ലാം നന്നായിരിക്കും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അവൾ പറഞ്ഞു, അതല്ല അങ്കിൾ എൻ്റെ സംശയം. അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരൻ ഹൃദയത്തിലാണ് വസിക്കുന്നത് എന്ന്. എൻ്റെ ഹൃദയം തുറക്കുമ്പോൾ ദൈവം എങ്ങനെയാ, എവിടെയാ ഇരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് നോക്കി എന്നോട് പറയണം. ഡോക്ടർ സമ്മതിച്ചു. ഓപ്പറേഷൻ ആരംഭിച്ചു. ആദ്യത്തെ 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ മേത്ത പറഞ്ഞു, ഐ ആം സോറി, ഞാൻ പരാജയപ്പെട്ടു. കണ്ണു തുളച്ചും കൊണ്ട് പുറകോട്ട് മാറി. തൻ്റെ ജൂനിയേഴ്സിനോട് പറഞ്ഞു, തുന്നിക്കെട്ടിക്കൊള്ളുക. അതും പറഞ്ഞ് കണ്ണുകൾ തുളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മോൾ പറയുന്നത് പോലെ തോന്നി, ഈശ്വരൻ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ഡോക്ടർ ചിന്തകൾ ഹൃദയത്തിലേക്കായി. ഈശ്വരൻ ഹൃദയത്തിലുണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ. അങ്ങ് ഈ സമയത്ത് ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ദൈവമേ. ഈ ചിന്തകൾക്കിടയിൽ ജൂനിയേഴ്സിന് ശബ്ദം മുഴങ്ങി. ഡോക്ടർ, മോളുടെ ഹൃദയവാൽവ് തുറന്ന് ഒരു തുള്ളി രക്തം ഹൃദയത്തിലേക്ക് വീണു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ഇനി അവൾക്ക് ഒരായുസ് മുഴുവൻ ജീവിപ്പാനുള്ള ആരോഗ്യം വീണ്ടും കിട്ടിയിരിക്കുന്നു. ഒരു കുടുംബജീവിതം നയിപ്പാനും തടസ്സമുണ്ടാകുകയില്ല. കേട്ടുകൊണ്ടിരുന്ന അബ്ദുൽ കലാം സാർ ചോദിച്ചു, ഞാൻ കാര്യങ്ങളെല്ലാം കേട്ടു. അത്ഭുതമായിരിക്കുന്നു. ആ കുട്ടി ആരോഗ്യവതിയും ആയിരിക്കുന്നു. ഇനി എന്താണ് ഡോക്ടർ നിങ്ങളുടെ പ്രശ്നം? ഡോക്ടർ പറഞ്ഞു, ഇന്ന് ഞാൻ അവളെ കാണുവാൻ പോവുകയാണ്.
അവളുടെ ഒരു ചോദ്യം, അങ്കിൾ ഈശ്വരനെ കണ്ടോ? ആ ചോദ്യത്തിന് ഞാൻ എന്ത് ഉത്തരം പറയും? അല്പനേരത്തിന് ശേഷം കലാം സാർ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, ഡോക്ടർ, അങ്ങ് ആ മോളോട് പറയണം, ഒരു തുള്ളി രക്തമായി ഈശ്വരൻ മോളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആ ഈശ്വരൻ്റെ ചൈതന്യമാണ് ഇന്ന് മോളിൽ തുടിക്കുന്നത് എന്ന്. ഉടൻ ഡോക്ടർ പറഞ്ഞു, ഞാനും അത് വിശ്വസിക്കുന്നു. എന്നെ ആ നിലയിലേക്ക് കൊണ്ടുവന്നത് ആ മകളും അവളുടെ അമ്മയുമാണ്. നന്ദി നിറഞ്ഞ മുഖവുമായി ഡോക്ടർ യാത്ര പറഞ്ഞിറങ്ങി. അബ്ദുൽ കലാം സാർ കോൺഫറൻസ് ഹാളിലേക്ക് ചെന്ന് കാര്യങ്ങൾ വിവരിച്ചതിന് ശേഷം പറഞ്ഞു, ആ കുട്ടിക്ക് ജീവൻ നൽകാൻ കാരണക്കാരി അവളുടെ ചെറുപ്പക്കാരിയായ അമ്മയാണ്. ഇവിടെയുള്ള ചെറുപ്പക്കാരായ മാതാപിതാക്കളെ, നിങ്ങളുടെ കരങ്ങളിലും കുഞ്ഞുമക്കളെ വളർത്താനായി സൃഷ്ടാവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ യോഗ്യമായി വളർത്തി സമൂഹത്തിന് കൊള്ളാവുന്ന നിലയിൽ പാലിച്ചില്ല എങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഇത് ഓർമ്മയിൽ വെച്ച് കൊള്ളണം എന്ന് ഓർപ്പിച്ച് താൻ മോട്ടിവേഷൻ സ്പീച്ച് അവസാനിപ്പിച്ചു. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 22:6 വായിക്കുന്നത് ഒരു നാടൻ ചൊല്ലുപോലെ നാട്ടുകാരൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്. ഏതു നല്ല കാര്യത്തിനും മാതൃകയും അനുധാവനം ചെയ്യുവാൻ കൊള്ളാവുന്നതും യേശു കർത്താവിനെ മാത്രമാണ്. ആ മാതൃകയാണ്. നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു നല്ല മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നുവെന്ന് ധനനായിരിക്കുന്ന പത്രോസ് യേശു കർത്താവിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുമുണ്ട്. അത് കഷ്ടാനുഭവത്തിനും ക്ഷമയ്ക്കും സഹനത്തിനും മാത്രമല്ല, തൻ്റെ ശൈശവമുള്ള ജീവിത വഴിത്താര നമുക്ക് മാതൃകയാക്കാൻ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കത്തക്കതാണ്. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: യേശുവിൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രിക്കാരുടെ കൂട്ടത്തിലുണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവർ മടങ്ങി യെരുശലേമിലേക്ക് പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവൻ തങ്ങളോട് പറഞ്ഞത് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ ചെന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഈ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ മാതാപിതാക്കളും മക്കളും പഠിക്കുവാൻ ഇടവരണം. 1. മാതാപിതാക്കൾ ദൈവിക കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പതിവുകൾ സൂക്ഷിക്കുന്നവർ ആയിരിക്കണം. 2. മക്കൾ സഹയാത്രികരുടെ കൂടെ ഉണ്ടാകും എന്ന് ചിന്തിക്കരുത്, അത് അപകടം വരുത്തും. 3. മക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഏതൊരു കാര്യത്തിലും മാതാപിതാക്കൾ ഉറപ്പ് വരുത്തണം. മക്കളും അവിടെ നിന്ന് പഠിക്കേണ്ടതായിരിക്കുന്ന 3 കാര്യങ്ങൾ ഉണ്ട്. 1. മക്കളും മാതാപിതാക്കന്മാരുടെ പതിവിൽ സന്തുഷ്ടരായി അവരെ അനുഗമിക്കണം. 2. മക്കൾ കൂട്ടായ്മയ്ക്കായി തിരഞ്ഞെടുക്കേണ്ടത് ദൈവാലയ കാര്യങ്ങളിൽ മുതിർന്ന വന്നവരെയാണ്. 3. മക്കൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ഇരിക്കണം. ബാലനായ യേശു മാതാപിതാക്കളോട് ഒരുമിച്ച് ഭവനത്തിലെത്തി. തുടർന്നുള്ള 18 വർഷക്കാലത്തെ ജീവിതം 52-ാമത്തെ വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതായി കാണാം. യേശു ജ്ഞാനത്തിൽ മുതിർന്നു വന്നു.
വളർച്ചയിൽ മുതിർന്നു വന്നു, ദൈവത്തിൻ്റെ കൃപയിൽ മുതിർന്നു വന്നു, കൂടാതെ സമൂഹത്തിൽ മനുഷ്യരുടെ ഇടയിൽ കൃപ പ്രാപിച്ച് മുതിർന്നു വന്നു. അങ്ങനെ 30 വർഷക്കാലം തന്നിൽ സംഭരിച്ചത് ജനത്തിന് പകർന്നു കൊടുക്കുവാൻ തൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ ഇടയാക്കി. തുടർന്ന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി. നമുക്കും ശൈലേഷ് മേത്തയുടെ ആൾ പറഞ്ഞതായിരിക്കുന്ന അമ്മയെപ്പോലെയാകാം. യേശുവിൻ്റെ അമ്മയായ മറിയെപ്പോലെയും ജോസഫിനെ പോലെയും നല്ല മാതാപിതാക്കളായിരിക്കാം. യേശുവിനെ പോലെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുന്ന നല്ല മക്കളായിരിക്കാം. അങ്ങനെ സമൂഹത്തിൽ നല്ല കുടുംബം പണിത് മാതൃകയുള്ളവരായി തീരുവാൻ ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.